ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷമിക്കണം കേട്ടോ, വീഡിയോസ് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആക്രിയാണ് കാണിക്കുന്നത്. ഇത് ആക്രിയല്ല, നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റാണ്. നമുക്ക് ഇനിയിപ്പം ഒരു ഡെയിലി അല്ല, 2 days 3 days കൂടുമ്പോൾ നമുക്ക് കത്തിക്കാം, അതേ നിവൃത്തിയുള്ളൂ. എൻ്റെ വീട്ടിൽ അല്പം പ്ലാസ്റ്റിക് വേസ്റ്റ് കൂടുതലാണ്, അറിയാമല്ലോ, കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെക്കേഷനാണ്. പിന്നെ നമ്മുടെ പാലാണെന്നുണ്ടെങ്കിലും ബോക്സ് പാലാണ്. അപ്പോൾ ഇത് കൂടിക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി മഴക്കാലവും കാര്യങ്ങളൊക്കെയാണ്, പുഴുവും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുള്ള വേസ്റ്റുകളെല്ലാം കെട്ടി പുറത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനി ചെയ്യാൻ സാധിക്കത്തില്ല, തുറന്ന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എൻ്റെ കയ്യിൽ കുറച്ച് കരിയായി, അതാണ് ഞാൻ അങ്ങനത്തെ ആക്ഷൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ കത്തിക്കാം. പഞ്ചായത്തിൻ്റെ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പഞ്ചായത്തിൽ സ്റ്റാഫില്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കൊക്കെ ഒരു ജോലി തരുവാണെങ്കിൽ ഒരു ഉപകാരമായിരുന്നല്ലേ പഞ്ചായത്തിലൊക്കെ. സ്റ്റാഫ് ഇല്ലാണ്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് അവർ അവിടെ സഹിക്കേണ്ട കാര്യമില്ലല്ലോ. സ്റ്റാഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പഞ്ചായത്ത് വേസ്റ്റ് എടുക്കാൻ വന്നില്ലെങ്കിലും വന്നാലും ആ QR കോഡ് വീടുകളിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അറിയാൻ പറ്റുമല്ലോ. പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള വീടുകളിലൊക്കെ QR കോഡ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതത് മാസത്തിൻ്റെ വേസ്റ്റിൻ്റെ കാശ് നമ്മൾ അടച്ചിരിക്കണം, ഈ വേസ്റ്റ് എടുത്താലും എടുത്തില്ലെങ്കിലും. അതാണ് നമ്മളുടെ കേരളത്തിലെ പുതിയ നിയമം. പ്രവാസികൾ കാണുന്നുണ്ടെങ്കിൽ കേൾക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിലും ഇതിലും ഭേദം കക്കാൻ ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. വളരെ മോശം, വളരെ മോശം, വളരെ മോശം, അത്രയേ ഉള്ളൂ. ഞാൻ എന്താണെങ്കിലും അവർ വേസ്റ്റ് എടുക്കാൻ വരാത്ത മന്തിലെ കാശ് കൊടുക്കാൻ പോകുന്നില്ല. അതിപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്ത് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ചെറിയൊരു കാര്യം, ചെറിയൊരു 50 രൂപ ഫീ ആണെങ്കിൽ പോലും ഒരു നോക്കുകൂലി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് അല്ലേ. നമ്മളിങ്ങനെ പണ്ട് പറയത്തില്ല, നോക്കുകൂലി നോക്കുന്ന പോലും ഇല്ല. അല്ലാണ്ട് നമ്മൾ കൂലി കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ. അപ്പം നമ്മൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനപ്പം അതൊക്കെ പോട്ടെ. നമുക്ക് ഇനിയിപ്പം 2 ദിവസം കൂടുമ്പോൾ കത്തിക്കാമെന്ന് വിചാരിച്ചു, അല്ലാണ്ട് വേറെ രക്ഷയില്ലല്ലോ. അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെയൊക്കെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, മഴ തോർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് കത്താൻ അതാണ് ഇത്തിരി ബുദ്ധിമുട്ട് കേട്ടോ. കാരണം ചെറുതായിട്ട് വെള്ളം അതിലേക്ക് സൈഡിൽ വീണിട്ടുണ്ട്, ഉള്ളിലേക്കല്ല, അതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട്. അപ്പോൾ അത് കത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ലാസ്റ്റ് അറ്റംപ്റ്റിൽ അത് വിജയിച്ചു. അപ്പോൾ ഇത് മേളിൽ കൂടി പുക പോകുന്നുണ്ട്. അപ്പോൾ അത് കത്തി തുടങ്ങിയിട്ടുണ്ട് സംഭവം. അപ്പോൾ അത് ഇൻസിനറേറ്റർ ഉള്ളത് കൊണ്ട് ഭാഗ്യം. പക്ഷേ ചില വീടുകളിൽ, അതായത് നമ്മളുടെ ഈ വില്ല കോമ്പൗണ്ടിൽ എല്ലായിടത്തും ഇൻസിനറേറ്റർ വെച്ചിട്ടില്ല. അപ്പോൾ അവരൊക്കെ ഒരുപാട് വിഷമിക്കുക കേട്ടോ. അവരൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ്, എന്തെങ്കിലും ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണല്ലോ, ഇത്രയും ജനങ്ങളെ ഇട്ടിട്ട് പണ്ടാരം അടക്കിയിട്ട് സ്റ്റാഫ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിപ്പം അവരിപ്പോൾ എന്തെങ്കിലും ഒരു ഫൈൻ നമ്മളോട് പറയുവാണെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ ടാക്സ് അടച്ചില്ലെങ്കിലോ, നമ്മൾ കാശില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അംഗീകരിച്ച് തരുമോ? നമ്മൾ അംഗീകരിച്ച് തരത്തില്ല. അതൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും അടച്ചില്ലെങ്കിൽ അതിൻ്റെ നൂലാമാലകൾ പിന്നെ നമ്മളെ തേടി വരും. പക്ഷേ ഇവർക്കൊക്കെ ഇരിക്കുന്നിടത്ത് എന്തും ആവാം എന്നുള്ളൊരിത്. അപ്പം എനിക്കിപ്പോൾ എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തില്ല. 2 3 4 5 വീടുകളിലുണ്ട് വില്ലയിൽ. അപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചു ഇനിയിപ്പോൾ കത്തിക്കാം, കുറച്ചിച്ച് കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനിയിപ്പോൾ എന്ത് പറയാനാണ്, അങ്ങനെ കരുതി. മഴ പോയി കഴിഞ്ഞാൽ പ്രശ്നവുമില്ല. മഴ ഉണ്ടെങ്കിലാണ് ഈ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. ചെറുതായിട്ട് ബുദ്ധിമുട്ട് വരും കത്താൻ, എന്നാലും കത്തുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും, നല്ല രീതിയിൽ തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈവനിങ് വീഡിയോ തൊട്ടിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നേരിപ്പോൾ എന്താ പറയാനുള്ളത് ഉണ്ടല്ലേ. ഇതിപ്പോൾ മഴ പെയ്തിട്ട് എനിക്കൊരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, എന്നോടൊരു വ്യൂവർ ചോദിച്ചായിരുന്നു എങ്ങനെയുണ്ട് പൊടിയെന്ന്. പൊടിയിപ്പോൾ ഇല്ല. പൊടിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷമാണ്. പൊടി കയറുന്നതേ ഇല്ല. പിന്നെ നമ്മുടെ സോളാറിലെ പൊടിയെല്ലാം പോയി. നല്ല മഴക്കാർ വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ 2 കാര്യങ്ങളിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. നമുക്ക് പിന്നെ എല്ലാം സന്തോഷത്തിലൊരു ലൈഫ് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യത്തിൽ പണി കിട്ടിയിട്ടുണ്ടെങ്കിലും മറ്റ് 2 കാര്യങ്ങളിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ സോളാർ പ്രൊഡക്ഷൻ കുറവായിരിക്കുമല്ലോ മഴയത്തത്, പിന്നെ അങ്ങനെയായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ പൊടിയും കാര്യങ്ങളൊക്കെ എവിടെ പോയെന്ന് അറിയില്ല. ഞാൻ നോക്കിയായിരുന്നു, കയറിയിട്ട് ഒട്ടും പൊടിയില്ല. പിന്നെ വന്നിട്ട് ഈ പറഞ്ഞതുപോലെ അപ്പുറത്ത് ബിൽഡിങ്ങിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇടയ്ക്ക് വന്നിട്ട് പറ്റുന്നില്ല. നല്ല ഹെവി റെയിൻ വരുമ്പം പണിക്കാർ വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടിട്ട് ഡ്രില്ലിംഗ് ഒന്നും നടക്കുന്നില്ല. ഈവൻ ഡ്രില്ലിംഗ് നടന്നാൽ അത് പൊടി തെറിക്കത്തുമില്ല. അപ്പോൾ ഇത്ര ഉപകാരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇതായിരുന്നു കേട്ടോ. ഉച്ചഭക്ഷണം വന്നിട്ട് ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഇവയ്ക്ക് ഇഷ്ടം. കറി ഇഷ്ടമല്ല. കുറച്ച് ചിക്കൻ കറി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ചമ്മന്തി ഉണ്ട്. മതിയല്ലോ. അപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. അന്നേരം അവർ എന്തൊക്കെയോ അവിടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് സ്കൂളിൻ്റെ. കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. കാരണം രാവിലത്തെ എല്ലാം ഇപ്പോൾ ലേറ്റാണ്.
സ്കൂളും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടിട്ട് എണീക്കുമ്പോൾ തന്നെ ലേറ്റ് ആവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതിനനുസരിച്ച് ലേറ്റ് ആവും. കുറച്ച് കഞ്ഞിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. സെറക്കുട്ടിക്ക് കഞ്ഞിയും ചിക്കനും മതി എന്ന് പറഞ്ഞു. പുറത്ത് മഴയാകുമ്പം അവൾ അതിനനുസരിച്ച് ഒക്കെ ഫുഡ് പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നത് സ്വന്തമായിട്ട് പുള്ളിക്കാരത്തി ചേഞ്ച് ചെയ്യാറുണ്ട്. അത് പുള്ളിക്കാരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അതേ കണ്ടു, ഇവ അവളുടെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ന്യൂട്ടല്ല കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ന്യൂട്ടല്ല ചപ്പാത്തിയിലിട്ട് തിന്നുന്ന അടിപൊളിയല്ലേ. ചപ്പാത്തിയും ന്യൂട്ടല്ലയും കൂടി നല്ല രസമാണ് കേട്ടോ. ബ്രെഡും ന്യൂട്ടല്ല ആയാലും മതി. പിന്നെ അതിന് ശേഷം നമുക്കൊന്ന് മുകളിൽ പോയിട്ട് സംഭവം തുണികളും കാര്യങ്ങളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്നതിൻ്റെ മോഡൊന്ന് മാറ്റി കൊടുക്കാം, പവർ സ്റ്റീമിലേക്ക് ആക്കാം. കണ്ടില്ലേ, മുകളിലൊക്കെ നല്ല വൃത്തിയാണ് കേട്ടോ ഇപ്പം, കാരണം പൊടിയില്ലല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി ഞാൻ വാഷിംഗ് മെഷീനോട് എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, വാഷിംഗ് മെഷീൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ എന്ന്. ഈ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ IFBD ആണ്, ടോപ്പ് മോഡലാണ് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൽ വാഷ് പ്ലസ് 2 അവർ, വാഷ് പ്ലസ് 4 അവർ, ഡ്രൈ പവർ സ്റ്റീം, പിന്നെ ക്രാഡിൽ വാഷ് എന്ന് പറഞ്ഞ എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ എനിക്കൊരു ഗുണമായിട്ട് തോന്നിയെന്ന് പറയുന്നത്, നമുക്ക് മഴക്കാലത്ത് നമ്മൾ വാഷ് പ്ലസ് 2 അവറോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോർമലായിട്ടുള്ള ഒരു കോട്ടൺ വാഷ് കൊടുത്തിട്ട് പവർ സ്റ്റീം കൊടുക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഒട്ടും നമ്മുടെ തുണികളിൽ നമുക്ക് ജസ്റ്റ് ഇപ്പം നോർമൽ, ഇപ്പം നമുക്ക് സെമിയറല്ല അല്ലാണ്ട് ഇപ്പം നമ്മുടെ ഫുൾ ഓട്ടോമാറ്റിക് ആണെങ്കിലും ചെറുതായിട്ട് എവിടെയെങ്കിലും ഒരു കുഞ്ഞൊരു നനവുണ്ടാകത്തില്ലേ, ചെറിയ ചില മെഷീൻ. ഇത് അങ്ങനെയില്ല കേട്ടോ. നമ്മളിങ്ങനെ ഉണക്കി നല്ല ഡ്രൈ ആയിട്ട് വരത്തില്ലേ, അത് നല്ല രീതിയിൽ നമുക്ക് മഴക്കാലത്ത് ഉപകാരമാവും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഹസ്ബൻഡ് നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആയതിന് എനിക്കിത് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര അത്യാവശ്യം നമ്മൾ വിചാരിച്ച ബഡ്ജറ്റിൽ ഒതുങ്ങിയത് മതി ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പുള്ളിയാണ് എടുത്തത്. പുള്ളിനോട് അപ്പം എനിക്കൊരു കാര്യത്തിൽ വളരെയധികം താങ്ക്ഫുള്ളാണ് കേട്ടോ. കാരണം ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് പുള്ളിനോട് നന്നായിട്ട് തല്ലു പിടിച്ചു, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി പറഞ്ഞു എടുക്കുമ്പോൾ നല്ലത് എടുത്താൽ മതി, പവർ സ്റ്റീമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ ഒത്തിരി സ്റ്റെറിലൈസ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ അണുക്കളോ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും നമ്മൾ ആ സ്മെല്ല് വരുന്ന കംഫർട്ട് എന്തെങ്കിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഡ്രസ്സുകളിൽ ഉണ്ടാവും. കണ്ടില്ലേ, പവർ സ്റ്റീം മോഡൽ ഞാൻ കൊടുത്തിരിക്കുവാണ്. വാഷ് പ്ലസ് 4 അവറാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പവർ സ്റ്റീം കൊടുത്തു. അത് 30 മിനിറ്റ്സ് ആണ്. ഇതിന് ശേഷം നമ്മുടെ തുണികൾ വരുന്നത് നല്ല സ്റ്റെറിലൈസ് ആയിട്ട് നല്ല ഉണങ്ങിയായിരിക്കും വരുന്നത് കേട്ടോ. അപ്പം എന്തായാലും അത് വലിയൊരു ഉപകാരമായി. ആരെങ്കിലും വാഷിംഗ് മെഷീൻ പുതിയതൊക്കെ എടുക്കാൻ പോകുന്നെങ്കിൽ എന്തായാലും എടുക്കുമല്ലേ, ഇതേപോലത്തെ ഒരെണ്ണം നോക്കിക്കോളൂ കേട്ടോ. മഴക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയൊരു സങ്കടങ്ങളിൽ ഒന്നായിരുന്നു തുണികൾ പ്രോപ്പറായിട്ട് ഉണങ്ങില്ല എന്നുള്ളത്. അപ്പം അതിനും ഒരു സൊല്യൂഷനായി, എല്ലാം കൊണ്ടും സന്തോഷമായി. പിന്നെ വന്നിട്ട് ഇതാണ് നമ്മളുടെ ഒരു ഈവനിങ് ആയി കഴിഞ്ഞപ്പം, പുറത്ത് മഴ, അതിൻ്റെ റീൽസ് കണ്ടിട്ടുണ്ടാവും അല്ലേ. എൻ്റെ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നി. മനസ്സിൽ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു ചായ കുടിക്കണം. അപ്പോൾ ചായ കുടിക്കാൻ അങ്ങോട്ടൊരു മൂഡില്ല, പിള്ളേർക്കാണെങ്കിൽ വേണ്ട താനും. അപ്പോൾ ഞാൻ കരുതി ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാമെന്ന് കരുതി. ഹോട്ട് ചോക്ലേറ്റിന് ഞാൻ ഹെർഷീസിൻ്റെ കഴിഞ്ഞ ദിവസം ലുലു പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമല്ല, ഡയറി മിൽക്കിൻ്റെ ഇരിക്കുന്നുണ്ട്, എനിക്കത് വലിയ കാര്യമല്ല. അത് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യണം, കേക്ക് ഉണ്ടാക്കും, അതിലേക്ക് എന്തെങ്കിലും ഇടാമെന്ന് കരുതി. അപ്പം ഇതായിട്ട് പോയിട്ട് പുറത്ത് വന്നിട്ട് മഴ കണ്ട് ആസ്വദിച്ച് കുടിക്കാമെന്ന് കരുതി. വല്ലാത്തൊരു ഫീലാണല്ലേ ഈ മഴയത്ത് നമ്മളിങ്ങനെ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണെങ്കിൽ അതിലധികം ഒരു രസമായിരിക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഇല്ല, അതായത് എൻ്റെ പാർട്ട്ണർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല. പുള്ളി എന്തായാലും അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ലീവിന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിരിക്കാം. അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും പുറത്ത് വന്നിട്ട് ഒന്ന് ആസ്വദിക്കാം. വയ്ക്കും വേണ്ടാന്ന് പറഞ്ഞു. അവരുടേതായ ലോകത്ത് എന്തൊക്കെയോ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അവർ ലഞ്ച് കഴിച്ചത് കുറച്ച് ലേറ്റ് ആയിട്ടായതുകൊണ്ടിട്ട് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ച് ആസ്വദിച്ചാലോ. അപ്പോൾ ഇതിപ്പം ഞാൻ ഇവയാണ് കേട്ടോ എടുത്തു തരുന്നത്. ഇപ്പം എന്നിലൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറേ ആയിട്ടോ. മഴയാണെന്നുണ്ടെങ്കിലും പൊടിയില്ലെങ്കിലും ഒരു ഈർപ്പം ഉണ്ടാവുമല്ലോ, ഒരു ഈർപ്പവും പിന്നെ ഈ പറഞ്ഞതുപോലെ ചെറിയ ഒരു എന്താ പറയുന്നത് കുഞ്ഞു ചില പ്രാണികളൊക്കെ ലൈറ്റൊക്കെ ഇടുമ്പം പുറത്ത് ലൈറ്റിൽ കയറാറുണ്ട്. അപ്പോൾ ഞാൻ ലൈറ്റ് അപ്പം തന്നെ ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അതുകൊണ്ടിട്ട് അകത്തേക്ക് അതുകൊണ്ടത് കയറിയിട്ടില്ല, എന്നാലും ഈച്ച ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അത് നല്ല ലിക്വിഡ് ഒഴിച്ച് തന്നെ നമുക്ക് വീട് തുടയ്ക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അലമ്പായി പോവും. ലിക്വിഡ് ഒഴിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടൈലിൽ ഡെയിലി ലിക്വിഡ് ഇടാറില്ല, ഞാൻ ആദ്യമൊക്കെ ഇട്ടിരുന്നു, അത് കേടാണ്. ഇപ്പം നമ്മൾ
മറ്റേ സംഭവമില്ലേ പുൽത്തൈലം പുതിയത് പണ്ടൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. പുതിയ പുൽത്തൈലം വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ ഡൈല്യൂട്ട് ആക്കിയാലും അതിൻ്റെ പാടിങ്ങനെ കാണുന്നു ഫ്ലോറിൽ. നല്ല പുൽത്തൈലം ഗാന്ധി ഗ്രാമത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതവിടെ ഇരിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് പുറത്ത് ഞാൻ ഇടയ്ക്ക് നമ്മളുടെ സിറ്റ് ഔട്ടും അതേപോലെ വർക്ക് ഏരിയയും ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യും, അല്ലാതെ ഞാൻ യൂസ് ചെയ്യാറില്ല. അകത്തെ ടൈലിൽ ഞാൻ യൂസ് ചെയ്യാറില്ല അത്. അപ്പോൾ ഞാനപ്പോൾ ഇന്നിപ്പം നമ്മൾ ഏകദേശം അതുകൊണ്ട് പുൽത്തൈലല്ല ഡെറ്റോൾ കൊണ്ടിട്ട് നമുക്ക് കഴുകാം. കണ്ടില്ല, ഇരിക്കുന്ന കോലുകൾ കണ്ടില്ല, ഒരു കുന്ന് ടൂൾസാണ് ഇരിക്കുന്നത് വൃത്തിയാക്കുന്നത്. എന്തിനാ ഇത്ര ടൂൾസ് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഓർക്കും. ഒന്നെടുക്കുമ്പോൾ ഒന്ന് താഴത്തോട്ട് വീഴും. എന്ത് പറയാനാ, വാങ്ങുമ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്യാം, ഇത് ക്ലീൻ ചെയ്യാം, മാറാതെ തുടയ്ക്കാമെന്നൊക്കെ പറയുമ്പോൾ ഓരോന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തന്നെ തലവേദന. അപ്പോൾ ഡെറ്റോൾ ഇട്ടിട്ട് നമുക്ക് ഇനി ക്ലീൻ ചെയ്യാം കേട്ടോ. സരക്കുട്ടി നല്ല രീതിയിൽ TV കാണും കേട്ടോ. കാണട്ടെ എന്ന് കരുതി. ഇനിയിപ്പം അടുത്ത മൺഡേ റീ ഓപ്പണിംഗ് അല്ലേ ഏകദേശം. പക്ഷേ ഇവർ ക്ലാസ് തുറന്നാലും സാറേ ഇരുന്ന് TV കാണേണ്ടത് കാണട്ടോ. അവൾ പെട്ടെന്ന് പഠിച്ച് തീർത്തിട്ട് TV കാണും. പഠിച്ചു തീർത്ത് നമുക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അവളത് കഴിഞ്ഞാലും TV ഇരുന്ന് കാണും. അങ്ങനെ തന്നെ ഡെറ്റോളൊക്കെ ഇട്ടിട്ട് നമുക്ക് വീടൊക്കെ തുടയ്ക്കാം. മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ ഫിനോയിലോ എന്തായാലും മതി, പക്ഷേ ഡെയിലി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടാൻ നിൽക്കണ്ട കേട്ടോ വീടുകളിൽ. അപ്പോൾ ഏകദേശം നമുക്ക് ആ വീട് തുടച്ചുകൂടി കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ ഏകദേശം എൻ്റെ തുടയ്ക്കലും പരിപാടികളെല്ലാം കഴിഞ്ഞു. എനിക്ക് ഇന്നലെ തുടയ്ക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നരാടം മഴ ഉള്ളപ്പോൾ തുടയ്ക്കോട്ടോ. മഴയില്ലെങ്കിൽ ഒന്നരാടമല്ല എന്നും തുടയ്ക്കും. പൊടിയുടെ അവസ്ഥ അറിയാമല്ലോ. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് നോട്ട്സ് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം സമയം 8 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ പുറത്താണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് നല്ല പടപടയെന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ കൊള്ളാം. എനിക്കിന്ന് പോകേണ്ടതായിരുന്നു, ബാങ്കിലൊക്കെ പോകേണ്ട ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റില്ല, ഇത്ര മഴയാണെങ്കിൽ പോകാൻ പറ്റില്ല. അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെയെങ്കിലും ചെല്ലണം, അല്ലെങ്കിൽ പ്രശ്നമാവും. പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ അല്ല കേട്ടോ. എനിക്കൊരു കാർഡിലൊരു മോഡ് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് ബാങ്കിൽ ചെന്ന് ഞാൻ ഓൺലൈനിൽ ചെയ്തിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ബാങ്കിൽ ചെന്ന് തന്നെ ചെയ്യാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു സംബ്രാണി കത്തിച്ച് വെച്ചാലോ, എങ്കിലല്ലേ ആ ഒരു ഫീൽ വരത്തുള്ളൂ. നല്ല സ്മെല്ലുള്ള ഒരു സംബ്രാണി നമ്മുടെ കിച്ചണിലും അതേപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിലൊക്കെ കത്തിച്ച് വെച്ചു. അപ്പോൾ അതോടെ നമ്മുടെ വീട് മൊത്തം ഒരു നല്ലൊരു എനർജി വന്നു. ഇനിയിപ്പം എന്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി ഇരിക്കാം. ഉറക്കമൊന്നും അങ്ങോട്ട് വരുന്നില്ല. കണ്ടില്ലേ, ഇത് സംബ്രാണിയാണ് കേട്ടോ. നല്ലൊരു വൈബല്ലേ. ഈ ബുദ്ധയുടെ തലയും പിന്നെ ഒരു ഫുൾ ബുദ്ധയും പിന്നെ ഒരു മരവും. ബുദ്ധയാണെന്നുണ്ടെങ്കിൽ തപസ് ചെയ്യുന്ന പോലെ ഇരുത്തിയിരിക്കുക ബുദ്ധേനെ. അടിപൊളിയല്ലേ. മഴയുടെ ഡിസ്റ്റർബൻസ്, മഴയുടെ ശബ്ദമാണ് കേട്ടോ പുറത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ് ഇന്ന്. ചോറും ചെറുപയറും പപ്പടവും. ചോറ് ഇത്തിരി കൂടിപ്പോയല്ലേ, കുഴപ്പമില്ല കഴിക്കാം. ഇപ്പം എന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. സരക്കുട്ടി അവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ആയപ്പോൾ ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ആയപ്പോൾ ഒരു 11 മണിയായപ്പം ഇവയ്ക്ക് ക്രേവിങ്സ്. ഞാനിങ്ങനെ ആക്ഷൻ കാണിക്കുന്ന വേറെ ഒന്നല്ല, കൊള്ളത്തില്ല, നോട്ട് ഹെൽത്തി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇവക്കുട്ടിക്ക് കൊറിയൻ നൂഡിൽസ് വേണമെന്ന്. അപ്പോൾ അവൾ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതായത് പഠിക്കാനുള്ള എന്തോ പ്രൊജക്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എടി രാത്രി വേണോ, പക്ഷെ അവൾക്ക് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവാറില്ല. എനിക്ക് മടിയായിട്ട് രാത്രി 11 മണി കഴിഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വേറെ എന്തോ ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മമ്മി എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കിത്താ. ഞാൻ പറഞ്ഞു നീ തന്നെ ഉണ്ടാക്കിക്കോ. അത് പറ്റില്ല, എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഞാൻ വാങ്ങിച്ചുള്ളൂ. ഇതൊക്കെ വലിയ പാക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ തീരണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഫുഡൊക്കെ പെട്ടെന്ന് തീരും, പക്ഷെ ഒട്ടും ഹെൽത്തി അല്ല കേട്ടോ. ഈ നൂഡിൽസ് ഒട്ടും ഹെൽത്തി അല്ല. വല്ലപ്പോഴും ഇനി നമുക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഈ മസാലയാണ് ഇതിൻ്റെ ടേസ്റ്റ് മേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ വെജ് കഴിക്കാൻ കൊള്ളത്തില്ലെന്നല്ല, ഭയങ്കര എരിയാണ്. ഇത് നോൺ വെജാണ്. നോൺ വെജിന് നല്ല എരിയുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു സീസണിങ് ഓയിലിടും. നൂഡിൽസ് സെറ്റായിട്ട് നമ്മളൊരു സീസണിങ് ഓയിലിടും. ഇത്രേ ഉള്ളൂ പരിപാടി. സാധാരണ നൂഡിൽസ് പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മസാല നമുക്ക് പിന്നെയും കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും. അങ്ങനെ ടെൻഡൻസി ഉണ്ടാക്കുന്നെങ്കിൽ ആ ഫുഡ് കൊള്ളത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരു മുട്ടയും കൂടെ നമ്മളൊരു ബുൾസായ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതോടെ അവളുടെ ഒരു ക്രേവിങ്സ് കഴിയട്ടെ എന്ന് കരുതി. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ബൈ, സി യു. അപ്പോൾ എല്ലാവരും സുരക്ഷിത